ഒരു തടാകത്തിൽ ഒരു ആമ താമസിച്ചിരുന്നു. അവൻ അവിടെ താമസിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തടാകത്തിൽ എന്നും ഒരു പരുന്ത് വന്നു പോകുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിറ്റേ ദിവസം അവൻ പാറപ്പുറത്ത് പരുന്തിനായി കാത്തിരുന്നു. ചേട്ടാ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ അക്കരെയുള്ള കുളത്തിലെത്തിക്കാമോ? നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാം, ആമ പരുന്തിനോടായി പറഞ്ഞു. ആയിക്കോട്ടെ, പരുന്ത് സമ്മതിച്ചു. നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോളൂ, മുറുകെ പിടിച്ചിരിക്കണം. അവർ രണ്ടുപേരും ആകാശയാത്ര ആരംഭിച്ചു. കുറച്ചകലെ നിന്ന് ഒരു കാക്ക ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. കാക്ക അവരുടെ പിന്നാലെ കൂടി. അവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കാക്ക പരുന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? കാക്ക പരുന്തിനോടായി ചോദിച്ചു. പരുന്ത് തൻ്റെയും ആമയുടെയും ആകാശയാത്രയെക്കുറിച്ച് കാക്കയോട് വിശദീകരിച്ചു. ആമയിറച്ചി നല്ല സ്വാദുള്ളതാണ്, നിങ്ങൾക്കറിയാമോ? കാക്ക പരുന്തിനോട് രഹസ്യമായി ചോദിച്ചു. അതെ, എനിക്കറിയാം, പക്ഷേ ആമത്തോടിന് ഭയങ്കര കട്ടിയാണല്ലോ, പരുന്തു പറഞ്ഞു. അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ ധാരണയിലെത്തി. ആമയും പരുന്തും പിന്നെയും യാത്ര തുടർന്നു. എന്നാൽ നിറയെ പാറയുള്ള സ്ഥലത്തെത്തിയപ്പോൾ പരുന്ത് ആമയെ താഴേക്ക് തള്ളിയിട്ടു. കാക്കയും പരുന്തും ആമയിറച്ചി ആസ്വദിച്ചു കഴിച്ചു. ശത്രുക്കളുടെ സഹായം തേടുന്നവന് ആപത്ത് നിശ്ചയം വരും.